പക്ഷേ അന്ന് പങ്കെടുത്തു എന്നല്ലാതെ പിന്നീട് എനിക്കിത് കണ്ടിന്യൂസ് ചെയ്ത് നിങ്ങളുടെ ഇതിൽ ജോയിൻ ചെയ്യാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ മെഡിറ്റേഷന്റെ സെഷനൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ദിവസവും ഇതിന്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ദിവസവും കയറായിരുന്നു, നല്ല പോസിറ്റീവായിട്ട് തന്നെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കായിരുന്നു എന്നൊക്കെ വിചാരിക്കുകയായിരുന്നു. ഓക്കെ. എനിവേ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. നമുക്ക് ഏതൊരു ടോപ്പിക്കാണ് എടുക്കണേന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു വേർഡാണ് ഈ സക്സസ് എന്ന് പറയുന്നത്. സക്സസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരു വൈഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ഒരു ഏരിയയാണ് അല്ലേ? പക്ഷെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുള്ള ബുക്കുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ സ്പീച്ചിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിൽ തട്ടിയ കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, സക്സസ് ആയ ആളുകൾ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആയിട്ടും സാധാരണ ഉള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരും വ്യത്യസ്തമായിട്ട് എന്താണ് കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നയും ആളുകളായിരിക്കും. എങ്ങനെ നമുക്ക് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരെന്തായാലും നോർമൽ ഹ്യൂമൻ ബീയിങ്സിൽ നിന്ന് വ്യത്യസ്തർ തന്നെയാണ്. സോ സക്സസ് ആയ ആളുകൾ നമ്മൾ ഇത് എപ്പോഴും നമുക്കറിയാം, ഈ സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത് ഓരോ ട്രെയിനേഴ്സും എല്ലാ തവണയും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു സക്സസ് ആയ ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സക്സസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഈ ഗോളിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഗോളിനെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല. അപ്പൊ നമുക്കറിയാം, ഒരു സക്സസ് ആയ ആളുകൾ എപ്പോഴും കൊണ്ട് നടക്കുന്നത്, അവർക്ക് എല്ലാവർക്കും എന്തിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു, നല്ലൊരു ഗോൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കും ഗോൾ ഫിക്സ് ചെയ്ത എല്ലാ ആളുകളും എല്ലായ്പ്പോഴും സക്സസ് ആയ ആളുകളല്ല. അപ്പം പക്ഷേ സക്സസ് ആയ ആളുകൾക്ക് എല്ലാവർക്കും നല്ലൊരു ഗോൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, സ്മാർട്ടായിട്ട് ഗോൾ എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട്, മെഷറബിൾ ആയിട്ട്, അച്ചീവബിൾ ആയിട്ട്, റിലവൻ്റ് ആയിട്ട്, ടൈം ബോണ്ടിന്റെ ഉള്ളിൽ എങ്ങനെ നമ്മൾ നമ്മുടെ ഗോളിനെ ഫിക്സ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം ഡെഫിനറ്റ് ആയിട്ടും ഈ ഗോൾ പറയാതെ പോകാതിരിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. സോ സക്സസ് ആയ എല്ലാ ആളുകൾക്കും അവരുടെ എന്താ പാസ്റ്റിൽ അവരൊരു ഗോള് മൈൻഡിൽ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഗോളിനെ കൊണ്ട് അവർക്കോ അവരുടെ സറൗണ്ടിങ്സിലുള്ള ആർക്കെങ്കിലോ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഗോളായിരുന്നു അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളായിരുന്നു. അവരുടെ ഒരു ടൈം ബൗണ്ട് ഫിക്സ് ചെയ്തിട്ടായിരിക്കും അവർ ആ ഗോള് ആദ്യമേ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വിജയിച്ച ആളുകളൊക്കെ നമുക്ക് എടുത്താൽ അറിയാനായിട്ട് സാധിക്കും, അവരെല്ലാവരും എല്ലായ്പ്പോഴും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറായ ആളുകളാണ്. നമുക്കറിയാം, നമ്മളിൽ പലരും നമ്മൾ മുമ്പൊക്കെ പറയുന്ന പോലെ എല്ലാവർക്കും അതോറിറ്റി ഏറ്റെടുക്കാൻ വലിയ സന്തോഷമാണ്. ഒരു ടീം ലീഡർ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു മാനേജർ പോസ്റ്റ്, അങ്ങനെ അതോറിറ്റി, ഞാൻ വലിയ പൊസിഷനിലാണ് എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പൊസിഷന്റെ മറ്റ് പോസിറ്റീവ് സൈഡുകൾ എടുക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, സാധാരണ എല്ലാ ഹ്യൂമൻ ബീങ്സിനും. പക്ഷെ ആ ഒരു പോസ്റ്റിനോട് നമ്മൾ റെസ്പോൺസിബിലിറ്റി എത്രത്തോളം കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ആ റെസ്പോൺസിബിലിറ്റീന്റെ ഭാഗത്ത് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു നെഗറ്റീവ് സൈഡ് അതിലേക്ക് വരുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ഈ ഒരു സക്സസ് ആയ ഒരാള്, അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടതായി വരുന്ന സമയത്ത് അവര് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് കാരണമാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് സ്റ്റാഫിനെ ബ്ലെയിം ചെയ്യുകയോ, അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റിയെ സറൗണ്ടിങ്സിലുള്ള മറ്റ് എന്തെങ്കിലും ഒരു സാധനത്തിനെ ബ്ലെയിം ചെയ്യുകയല്ല അവർ ചെയ്യുന്നത്. അവർ ആ റെസ്പോൺസിബിലിറ്റി എപ്പോഴും ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ മുമ്പൊക്കെ പറയുന്ന പോലെ ഹാൻഡ് റൈറ്റിംഗ് നന്നായിട്ടില്ലെങ്കിൽ നമ്മൾ പെന്നിനെ കുറ്റം പറയുന്ന പോലെ, ചില പാരന്റ്സ് വരെ കുട്ടികൾ പഠിച്ചിട്ടില്ലെങ്കിൽ ടീച്ചേഴ്സിനെ കുറ്റം പറയുക, അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് പാരന്റ്സിനെ കുറ്റം പറയുക, ചില സ്കൂളിന്റെ കുഴപ്പമാണ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ബ്ലെയിം ചെയ്യാതിരിക്കുക. സക്സസ് ആയ ആളുകൾ എപ്പോഴും അവരവരുടെ റെസ്പോൺസിബിലിറ്റി, അവർ ഏതൊരു പ്രശ്നത്തിന്റെ റെസ്പോൺസിബിലിറ്റിയും അവർ ഏറ്റെടുക്കുന്ന ആളുകളാണ്.
ഏതൊരു പ്രോബ്ലം വന്നാലും ഞാൻ മുമ്പ് ഒരു സെഷൻ ഇവിടെ എടുത്ത് കോക്രോച്ച് തിയറി പറയുന്ന ഒരു തിയറി എടുത്തിരുന്നു. അപ്പൊ അതിവിടെ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം അവര് അവരുടെ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായി വരുന്ന പ്രോബ്ലംസ് വരുന്ന സമയത്ത് അവർ ഈ കോക്രോച്ച് തിയറി പോലെയുള്ള അതിലെല്ലാം പറയുന്ന പോലെ അവരുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന അല്ലെ അവര് അതിനോട് സമീപിക്കുന്ന രീതി തന്നെ വ്യത്യാസമാണ്. അവരെപ്പോഴും പ്രോബ്ലംസിനോട് റെസ്പോണ്ട് ആണ് ചെയ്യുക. ഒരിക്കലും അവർ റിയാക്ട് ചെയ്യാറില്ല. സക്സസ് ആയ ആളുകളെല്ലാം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാനായിട്ട് പറ്റും. അവരെല്ലാം റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത ആളുകളാണ്. ആഹ് ഉം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സക്സസ് ആയ ആളുകളെല്ലാവരും നല്ല രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കെപ്പോഴും അറിയാം നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് പട്ടാളക്കാരാണ് അല്ലേ? ആ പട്ടാളക്കാരാണ് നമ്മുടെ ഏറ്റവും ആഹ് ആഹ് അപകട അപകടമായിട്ടുള്ള ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരത്രയും ഡിസിപ്ലിൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ആയുധങ്ങൾ അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അവരത്ര ഡിസിപ്ലിൻഡ് അല്ല എങ്കിൽ അത്തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവർക്കോ അല്ലെങ്കിൽ അവരുടെ ചുറ്റിലുമുള്ള ആളുകൾക്കോ എന്താവാം അപകടങ്ങൾ സംഭവിക്കാം. അപ്പൊ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിട്ട് ആളുകൾക്ക് മാത്രമാണ് പ്രയാസകരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു ആയുധം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പൊ ഈ മനസ്സിനെ നല്ല ഡിസിപ്ലിനോട് കൂടി കൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻ ആയിരിക്കണം. ഇപ്പൊ സക്സസ് ആയ ആളുകളെല്ലാം അവരുടെ ലൈഫിൽ ഒരു അച്ചടക്കവും ആഹ് ഹം എല്ലാ കാര്യത്തിനും ഒരു മുൻകൂട്ടി ചെയ്ത് വെച്ച് പ്ലാൻ ചെയ്ത് ഡിസിപ്ലിനോട് കൂടി അവർ ഫോളോ ചെയ്യുന്ന ആളുകളായിരുന്നു. ആഹ് നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ അല്ലേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കേണ്ട ഒരു കാര്യമാണത്. ഇപ്പൊ ഇതിൽ മെഡിറ്റേഷനിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നമ്മൾ നമ്മുടെ ശത്രുക്കളോട് മനസ്സിൽ ആ ഒരു ദേഷ്യം വെച്ച് നടക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ കത്തിയെടുത്ത് കുത്തുന്നതിന് സമമാണെന്നുള്ള കാര്യം. അപ്പം അങ്ങനെ നമ്മളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ പോവുക ആ ഒരു പ്രോബ്ലത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്കാണ്. നമ്മളുടെ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ആ നെഗറ്റീവിലേക്ക് പോവുകയാണ് ചെയ്യുക. സോ നമ്മളുടെ മനസ്സ് എന്ന് പറയുന്ന ആയുധത്തിനെ എത്രത്തോളം ഡിസിപ്ലിൻ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു, അല്ലെ അങ്ങനെ സാധിച്ചവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. നമ്മൾ പറയുന്ന പോലെ വേറെ എവിടെയോ വായിച്ച പോലെ ഒരു മെന്റൽ ഡയേറിയ പറയുന്ന ഒരു വാക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഡയേറിയ എന്ന് പറഞ്ഞാല് നമ്മുടെ നമ്മള് നല്ല ഫുഡ് അല്ലാത്ത ഫുഡ് നമ്മൾ കഴിച്ച് നമ്മുടെ വയറിന് അസുഖം വരുന്നതാണല്ലോ ഡയേറിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെന്റൽ ഡയേറിയ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെയുള്ള അനാവശ്യമായ ചിന്തകൾ കുത്തി നിറച്ച് നമ്മുടെ മനസ്സിനെ കേടാക്കുന്ന രീതിയാണ് മെന്റൽ ഡയേറിയ എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് സംഭവിക്കുന്നത് സത്യം പറഞ്ഞ മെന്റൽ ലൂസ് മോഷൻ ആണ്. നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ നമുക്ക് നഷ്ടപ്പെട്ട് എന്താ പറയാ നമുക്ക് നെഗറ്റീവ് എനർജിയിലേക്ക് നമ്മൾ പോകുന്ന ഒരു സംഭവമാണ് ഈ മെന്റൽ ഡയേറിയ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റി നിർത്തി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് നമ്മുടെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്ത് ഡിസിപ്ലിനോട് കൂടി പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ പോയിന്റ് സ്ട്രൈക്ക് ചെയ്തതൊന്ന്, ഈ സക്സസ് ആയ ആളുകൾ എപ്പോഴും നല്ല രീതിയിൽ റീഡിങ് ഹാബിറ്റ് ഉള്ള ആളുകളായിട്ട് തോന്നിയിട്ടുണ്ട്. റീഡിങ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പുസ്തകം വായിക്കുന്നത് മാത്രം അല്ലാതെ മറ്റുള്ളവരുടെ ഒബ്വിയസ്ലി നമുക്കറിയാം പുസ്തകങ്ങൾ വായിക്കുന്നതോടുകൂടി നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മളും നമ്മളുടെ ചുറ്റിലുമുള്ള ആളുകള് അല്ലെ അവര് ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകളും നമുക്ക് അനുഭവപ്പെട്ട എക്സ്പീരിയൻസുകളും മാത്രമാണ് നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ മുൻകാലങ്ങളിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള സ്റ്റോറീസ് ആയാൽ പോലും ഒരുപാട് ബുക്ക് വായനയിലൂടെ നമ്മൾ പല ആളുകളിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ കാണാത്ത നമുക്കൊരിക്കലും പോയി ചെല്ലാൻ നമ്മൾ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലെ ഒരുപാട് ആളുകളുടെ ചിലപ്പം റിയൽ സ്റ്റോറീസ് ആവാം, അല്ലാത്ത ആളുകൾ ഇമാജിനറി സ്റ്റോറീസ് ആവാം. പക്ഷെ
പലരുടെയും ജീവിതത്തിലൂടെ നമ്മൾ ഒരു ബുക്ക് വായിക്കുന്നതിലൂടെ കടന്നു ചെല്ലാറുണ്ട് അല്ലെ? പല ഇമോഷൻസിലൂടെയാണ് ഓരോ പുസ്തകങ്ങളും നമ്മളെ കൊണ്ടാവാറുള്ളത്. ഇതെല്ലാം അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ട്. അപ്പൊ സക്സസ് ആയ ആളുകളെല്ലാം ഇതുപോലെ പുസ്തകങ്ങൾ വായിച്ച് പലരുടെയും സ്റ്റോറീസിൽ ഇൻസ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ വായിച്ച പല പുസ്തകങ്ങളിലെ പല ഇൻസിഡന്റുകളും നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ചിന്തകളിലേക്ക് വരികയും നമുക്ക് അതിന് ഉചിതമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നമുക്കറിയാം ഇലോൺ മാസ്ക് ചൊവ്വയിൽ പോണം എന്ന് അദ്ദേഹം അവിടെ പോയി താമസിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചൊവ്വയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പുസ്തകങ്ങളിലൂടെ അറിഞ്ഞ് മനസ്സിലാക്കിയതായിരിക്കാം. അപ്പൊ അതുപോലെ നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്താനായിട്ട് നമ്മളുടെ മനസ്സിന് ആഹ് എന്തും എന്താണ് ഏത് സാഹചര്യത്തെയും ഫേസ് ചെയ്യാനായിട്ട് എല്ലാം നമുക്ക് വായനയിലൂടെ സാധിക്കും. അപ്പം നമ്മളുടെ മനസ്സിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വികസിപ്പിക്കാനായിട്ട് കുറച്ചും കൂടെ വാസായിട്ട് രീതിയിലുള്ള വായനകൾ എപ്പോഴും സക്സസ് ആയ ആളുകൾ ഫോളോ ചെയ്യാറുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളിൽ പലരും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ടൈം മാനേജ്മെന്റ്. നമുക്കറിയാം നമ്മളെ പോലത്തെയുള്ള ട്രെയിനേഴ്സ് ഒക്കെ ചിലപ്പം ടൈം മാനേജ്മെന്റ് ഒരു 1 ഡേ ഒക്കെ സെഷൻസ് എടുക്കാറുണ്ട്. അപ്പൊ വലിയൊരു ഏരിയ തന്നെയാണ് ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പലരും പറഞ്ഞു വരുന്ന ഒരു ഡയലോഗാണ്, നമുക്ക് ദൈവം പലർക്കും പലതരത്തിലുള്ള സമ്പത്ത് കൊടുത്തു. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ചിലവർക്ക് കൂടുതലും കുറവുമായി. ചിലരെ നല്ല ഭംഗിയിൽ ദൈവം സൃഷ്ടിച്ചു. ചിലവരെ നല്ല വെളുത്തിട്ട്, ചിലര് കുറച്ച് ഡാർക്കായിട്ട്, അങ്ങനെ പല രീതിയിലാണ് ദൈവം പലർക്കും പല കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ദൈവം എല്ലാ മനുഷ്യർക്കും കൃത്യതയോടുകൂടി കൊടുത്തിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സമയമാണ് അവരുടെ ലൈഫിൽ. എല്ലാവർക്കും നമ്മൾ പറയുന്ന പോലെ അമേരിക്കൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും നമുക്കും എല്ലാവർക്കും ദൈവം തന്നിട്ടുള്ളത് 24 മണിക്കൂറാണ്. അപ്പം ഈ 24 മണിക്കൂറിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളിടത്താണല്ലോ ഒരു വ്യക്തിയുടെ സക്സസ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഈ മറ്റ് പറഞ്ഞ എല്ലാ പോയിന്റിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ടൈം മാനേജ്മെന്റ് തന്നെയാണ്. നമ്മളിൽ പലരും ചെയ്യുന്നത് നമ്മളുടെ ഈ 24 അവേഴ്സിന്റെ മാക്സിമം സമയം സാധാരണയായിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യുന്നത് ടെമ്പററി ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നമ്മളൊരു യൂട്യൂബ് നോക്കുന്ന ഫോൺ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നോക്കുന്ന സമയത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ കാണും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഒരു അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് ആണ് അവിടെ പോകുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മൾ എത്ര വീഡിയോസ് കാണുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ആ സമയത്ത് തരുന്ന ഒരു ഹാപ്പിനെസ് മാത്രമാണ്. ഇങ്ങനെ ടെമ്പററി ഹാപ്പിനെസ്സിന് സമയം കളയുന്നവരാണ് ഭൂരിഭാഗം മനുഷ്യരും. പക്ഷേ സക്സസ് ആയ ആളുകളെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരവരുടെ സമയത്തിന്റെ 80% ചെലവഴിക്കുന്നത് അവർക്ക് പെർമനന്റ് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ടെമ്പററി ഹാപ്പിനെസിന്റെ പുറകെ പോവാതെ പെർമനന്റ് ആയിട്ട് ലൈഫ് ലോങ് അവർക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾക്ക് പുറകെയാണ് സക്സസ് ആയ ആളുകൾ എപ്പോഴും പോയി കണ്ടിട്ടുള്ളത്. നമ്മൾ ഒരു ഈറ്റ് ഓഫ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ രാവിലെ എഴുന്നേറ്റാല് നമ്മൾ അതിൽ പറയുന്നത് നമുക്കറിയാം ഫ്രോഗിനെ കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു അഗ്ലി തിങ് ആയിട്ടാണ് നമ്മൾ മനസ്സിൽ വെച്ചിട്ടുള്ളത്. സോ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇന്ന് ചെയ്യേണ്ട നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഓരോ വ്യത്യസ്തരായ ആളുകൾക്ക് വ്യത്യസ്തരായ പ്രയോറിറ്റിയും കാര്യങ്ങളും ഉണ്ടാവും ചെയ്യാനായിട്ട്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ആ ബുക്കിൽ പറയുന്ന പോലെ ഏറ്റവും പ്രയാസമേറിയ കാര്യം നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആ ആ ടൈം മാനേജ്മെന്റ് ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് പ്രയോറിറ്റൈസ് ചെയ്യുക. ഏറ്റവും പ്രയാസമായ കാര്യം ആദ്യം ചെയ്യാം. അത്തരത്തിൽ ടൈമിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള സക്സസ് ആയ ആളുകൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരാളുടെ വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ജസ്റ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് റിസ്ക് ടേക്കിംഗ്. സക്സസ് ആയ ആളുകൾ എപ്പോഴും റിസ്ക് ടേക്ക് ചെയ്യാനായിട്ട് വില്ലിങ് ആയിട്ടുള്ള ആളുകളായിരുന്നു. നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു കംഫർട്ട് സോണിൽ അല്ലെങ്കിൽ ഒരു സേഫ് സോണിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പൊ നമ്മളെ തന്നെ ഫോർ എക്സാമ്പിൾ എടുത്താൽ നമുക്കൊരു മന്ത്ലി ഒരു 30,000 സാലറി ഉണ്ട്.
ആ 30,000 സാലറിയിൽ നമ്മുടെ ഫാമിലി എക്സ്പെൻസും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്ന ഇപ്പൊ വർഷങ്ങളായി നമ്മൾ അങ്ങനെ പോയി വരുന്ന ആളുകളാണ്. നമ്മൾ അതിൽ ഹാപ്പിയാണ്. നമ്മൾ ആ കംഫർട്ട് സോണിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ 30,000 മന്ത്ലി ഇൻകവുമായിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ സക്സസ് ആയ ആളുകളെല്ലാം അവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കണമല്ലോ ഇങ്ങനെ ഒരു കംഫർട്ട് സോൺ. അവരെല്ലാവരും ഈ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്ന ആളുകളാണ്. നമുക്കറിയാം എവിടെയോ വായിച്ചിട്ടുണ്ട് ആവറേജ് ഒരു ദിവസം 10 ലാക്സോളം ആളുകൾ മരിച്ചു പോകുന്നുണ്ടെന്ന്. അപ്പൊ ഞാനിവിടെ ഇരുന്ന് ഈ ക്ലാസ് എടുക്കുന്നതും നിങ്ങൾ ഈ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുമൊക്കെ എന്നാണ് നമ്മളുടെ ഒന്നും ലൈഫിന് ഒരു ഷുവർട്ടി ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ നമ്മളൊക്കെ ഇരിക്കുന്ന ഈ കംഫർട്ട് സോണിനും ഒരു എന്ത് ഷുവർട്ടിയാണ് നമുക്ക് പറയാനുള്ളത്? നമുക്ക് കിട്ടുന്ന ഈ 30,000ന് എന്ത് ഷുവർട്ടിയാണുള്ളത്? അപ്പം അത് തെറ്റാണ് എന്നല്ല. പക്ഷേ ആ ഒരു നമുക്ക് സക്സസ് ആവണം. നല്ല ഇപ്പം യൂസഫ് അലിയെ പോലെ, രത്തൻ ടാറ്റയെ പോലെയൊക്കെ അങ്ങനെ വലിയ രീതിയില് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെ അത്തരം ആളുകളെ പോലെ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് ഒരിക്കലും നമുക്ക് അത്തരത്തില് ഉയർന്നു വരാനായിട്ട് സാധിക്കില്ല. സോ എപ്പഴും എന്ത് ചെയ്യാം? നമ്മള് റിസ്ക് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവാ. പിന്നെ റിസ്ക് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു 10 നില കെട്ടിടത്തിന്റെ മുകളിൽ ചാടിക്കയറി അതിന്റെ മുകളിൽ നിന്ന് ചാടുന്നതല്ല റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഒരു 10 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നമുക്ക് ചാടണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല വെൽ ട്രെയിനറുടെ അണ്ടറിൽ ട്രെയിനിങ് ചെയ്ത് നമ്മള് പാരച്യൂട്ടൊക്കെ വെച്ച് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടുന്ന രീതിയാണ് നമ്മൾ റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. സോ സക്സസ് ആയ ആളുകളെല്ലാം അവരുടെ ലൈഫിൽ ഒരു പോയിന്റിൽ റിസ്ക് ടേക്കിംഗ് ചെയ്ത ആളുകളാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഞങ്ങൾക്ക് ദ ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. നമ്മളൊരു 3 ട്രെയിനേഴ്സ് ഒരുമിച്ച് കൂടിയിട്ട് നടത്തുന്നതാണ്. അപ്പൊ അതില് നമ്മൾ പല സക്സസ് ആയ ബിസിനസ്സുകാരെയും ഇന്റർവ്യൂ ചെയ്യുന്ന ചാനലാണ് ദി ബെസ്റ്റ് സെല്ലർ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വ്യക്തികളെ നേരിട്ട് പോയി ഇന്റർവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതില് സ്ട്രൈക്ക് ആയിട്ടുള്ള കുറച്ച് 2, 3 ആളുകളുടെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പം റിലേറ്റഡ് ആവും നമുക്ക് ഈ ഒരു കാര്യം. അതില് നമുക്ക് മൗസിയനെ കേട്ടിട്ടുണ്ടാവും പലരും. മൗസിയ പറഞ്ഞാൽ നമ്മുടെ അവിൽ മിൽക്കിന്റെ ഒരു ബ്രാൻഡാണ്. നമ്മുടെ സാധാരണ മലയാളികൾ മാത്രം ഉപയോഗിച്ച് പോന്നിരുന്ന നമ്മുടെ അവിൽ മിൽക്ക് എന്ന് പറയുന്ന ഒരു മലയാളികളുടെ ഒരു സാധാരണമായിട്ടുള്ള ഒരു ഭക്ഷണത്തെ ലോകത്ത് മുഴുവനായിട്ട് എത്തിച്ചിട്ടുള്ള ഒരു ബ്രാൻഡാണ് മൗസിയ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ചുരുക്കി പറയാം, അവരുടെ ബ്രദറിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് കിഡ്നി മാറ്റി വെക്കുന്ന അങ്ങനെ സംതിങ് ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് അവര് കോയമ്പത്തൂര് ഒരു 6 മാസം താമസിക്കേണ്ട സാഹചര്യം വരികയും ഇവര് പാരമ്പര്യമായി ബേക്കറി, കൂൾബാർ നടത്തുന്ന ആളുകളാണ്. അപ്പൊ ഒരു ബേക്കറി അതിൽ തന്നെ ജ്യൂസും ഒക്കെ ആയിട്ടുള്ള ഒരു ഉപ്പ കൊണ്ട് നടക്കുന്ന ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന കുട്ടി ആണ്. വളരെ ചെറുപ്പക്കാരനാണ് ഈ മൗസിയ. അതെ, ബിലോ 30 ആണ് ഇപ്പൊ ഉള്ളത്. അപ്പം അവൻ പറയുന്നത് ഇങ്ങനെ ബ്രദറിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് അവിടെ കോയമ്പത്തൂര് സെറ്റിൽ ആവേണ്ട ഒരു ഇത് വന്നപ്പം ആ സമയത്ത് വെറുതെ ഇരിക്കേണ്ട എന്ന് കരുതിയിട്ട് അവിടെ കോയമ്പത്തൂര് അവരെന്ത് ചെയ്യാണ്? ഒരു കൂൾ ബാർ ഷോപ്പ് ഇടുകയാണ്. ഇട്ട് ഒരു 10 ഡേയ്സ് കഴിഞ്ഞപ്പോ തന്നെ അതിലൂടെ ഒരു ഹൈവേയുടെ ഭാഗമായിട്ട് ആ ഷോപ്പ് മാറ്റണം എന്ന് അവിടുന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യം വരികയും അവരവിടെ വാങ്ങി വെച്ചിട്ടുള്ള അവരുടെ കുറെ കാര്യങ്ങൾ മീൻസ് ഫുഡ് ഐറ്റംസ് ഈ നമ്മുടെ ക്രഷുകളൊക്കെ ഉണ്ടല്ലോ, ഫ്രൂട്ട്സിന്റെ ക്രഷ് കാര്യങ്ങളെല്ലാം ഒരുപാട് കിലോ കണക്കിന് ബാക്കിയാവുകയും ചെയ്യണം. കാരണം സ്റ്റാർട്ട് ചെയ്ത് 10 ഡേയ്സിനുള്ളിലാണ് ഇത് പൂട്ടിപ്പോകുന്നത്. അങ്ങനെ അവർ ഈ സാധനങ്ങളെല്ലാം തിരിച്ച് നാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്, മലപ്പുറത്തേക്ക്. അയച്ചു കഴിഞ്ഞ് ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് മലപ്പുറത്തെ ഷോപ്പിൽ. അപ്പോൾ ഒരു ദിവസം അവിടുത്തെ ഒരു സ്റ്റാഫ് വിളിച്ചിട്ട് ഇവരോട് ചോദിക്കുകയാണ് ഇതെന്താണ് ചെയ്യേണ്ടത്? കാരണം കഴിക്കാനുള്ള സാധനമാണ്. അപ്പം ഈ സമയത്ത് മൗസി പറയുന്നുണ്ട്, ആ ഒരു സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഫാക്ടർ ഉണ്ടായിട്ട് പോലും അവൻ അവിടെ എടുത്തതെന്ന് വെച്ചാൽ അവിൽ മിൽക്കിന്റെ കൂടെ നമ്മൾ അവിൽ മിൽക്ക് ആവശ്യമായി ചോദിച്ചു വരുന്ന ആളുകളിലെ ആ അവിൽ മിൽക്കിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഈ ഒരു മാംഗോ ക്രഷ് അങ്ങനെ പല ഫ്രൂട്ട്സിന്റെ ക്രഷുകളും ഒന്ന് കൊടുത്തു നോക്കാനായിട്ട് പറയുന്നത്. അപ്പൊ ഇത് കൊടുക്കുന്നത് ഹിന്ദിക്കാർക്കാണ്. ഹിന്ദിക്കാർ അവിടെ സ്ഥിരമായിട്ട് ഇത് കഴിക്കാൻ വരാറുണ്ട്. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ അവിൽ മിൽക്കിന് ഇങ്ങനെ മാംഗോ ക്രഷ് ഇട്ടിട്ട് കൊടുക്കുന്നു.
നോർമൽ റേറ്റിൽ തന്നെയാണ് സാധനം പോകുന്നത്. പിറ്റേ പിറ്റേ ദിവസം തോന്നി അതല്ല, കുറച്ച് റേറ്റ് കൂട്ടിയിട്ട് 2, 3 പേർക്കും കൂടി കൊടുക്കുന്നു. ക്രഷ് ഇട്ടതുകൊണ്ട് സെപ്പറേറ്റ് ആണ് എന്ന് പറഞ്ഞ് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അങ്ങനെ പക്ഷെ അത് വീണ്ടും ആളുകൾ ചോദിച്ച് ചോദിച്ച് വരാൻ തുടങ്ങി. അപ്പൊ മൗസി പറയുന്ന ആ ഒരു വ്യക്തി, അല്ലെ ആ ഒരു പയ്യൻ, ചെറിയ 24, 25 വയസ്സുള്ള ആ ഒരു കുട്ടി കംഫർട്ട് സോണിൽ നിൽക്കാതെ മാറി ചിന്തിച്ചത് കൊണ്ടാണ് ഇപ്പം 8ഓളം രാജ്യങ്ങളിൽ നമ്മളുടെ മലയാളികളുടെ അവിൽ മിൽക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അത്രയും ഔട്ട്ലെറ്റുകളിൽ, അത്രയും മൗസിയെ പോലെ തന്നെ ഒരുപാട് വേറെ അവിൽ മിൽക്ക് സാധനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് വന്നത് മൗസിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. സോ ഇത്തരത്തിലുള്ള അതുപോലെ ഒരു എക്സാമ്പിളും കൂടെ പറയാം. സിൽവാൻ മുസ്തഫ, നമുക്ക് പലർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ ടൈൽസിന്റെയും ലൈറ്റ്സിന്റെയും ഒക്കെ ബിസിനസ് നടത്തുന്ന സിൽവാൻ മുസ്തഫ. അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കോളേജ് കാലഘട്ടത്തിൽ, അതുപോലെ ആവറേജ് ആയ ഫാമിലി ആയിരുന്നു. കോളേജ് കാലഘട്ടത്തിൽ ലൈം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി ലൈം വാങ്ങിച്ച സമയത്ത് കൊടുക്കാൻ പൈസ എന്തോ 1 2 രൂപ തികയാതെ വന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ഫീലിങ്ങിന്റെ പുറത്ത് അദ്ദേഹം പറഞ്ഞൊരു വലിയ കഥയാണ്. അതിപ്പോ നമുക്കിപ്പോ സമയമില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത്, അന്ന് ആ ലൈമ് വാങ്ങിക്കാൻ ഞാൻ ചെന്ന ആ കടയുടെ സ്ഥാനത്ത് ഇപ്പൊ എന്റെ പേരിൽ ഒരു മാളാണുള്ളത്. അദ്ദേഹം ഞങ്ങളെ ആ മാളിൽ കൊണ്ടുപോവുകയും അവിടെ നമുക്ക് ഫുഡൊക്കെ വാങ്ങി തരികയൊക്കെ ചെയ്ത് ഒരു ദിവസം ഫുൾ അദ്ദേഹമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം സക്സസ് ആയ ആളുകൾ അവരുടെ കംഫർട്ട്, അവർക്ക് ഇപ്പൊ മൗസിന്റെ ഉപ്പയുടെ ആ ഷോപ്പിൽ തന്നെ ഒതുങ്ങി ആ സാധാരണ അവിൽ മിൽക്ക് കൊടുത്ത് മുന്നോട്ട് പോവായിരുന്നു. പക്ഷെ ആ ഒരു റിസ്ക് ഫാക്ടർ എടുക്കുകയും ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനും അവർക്ക് തോന്നിയ നിമിഷമാണ് ഇവരുടെയൊക്കെ ഒരു സക്സസ് എന്ന് പറയുന്നത്. സോ അതാണ് റിസ്ക് ടേക്കിംഗ് ആണ് ഈ സക്സസ് ആയ ആളുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ റീഡിംഗ് ഹാബിറ്റ്സ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ അപ്ഡേഷൻസ് ചെയ്യാറുണ്ട്. ഒരു നല്ലൊരു പോയിന്റ് ആണ്. സക്സസ് ആയ ആളുകൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. അവര് തുടർച്ചയായിട്ട് എന്താണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അല്ലെ അവരുടെ ഗോളിലേക്ക് എത്താനായിട്ട് അവരുടെ ആ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അവർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരൊരിക്കലും ചുറ്റിലുള്ള ആളുകൾ, മറ്റുള്ളവരെ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കാറേ ഇല്ല. അപ്പൊ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം, പെട്ടെന്ന് ഓർമ്മ വന്നാണ്. എന്റെ സിസ്റ്ററാണ്, എനിക്കൊരു സിസ്റ്റർ മോൻ ഇന്ത്യൻ ടീമിന് വേണ്ടി അണ്ടർ 14 അണ്ടർ 16 കളിച്ച കുട്ടിയാണ്. ഇപ്പം +1 പഠിക്കുന്നത്. അപ്പം അവനെ നമ്മൾ ചെറുപ്പത്തിൽ, അല്ലെ അവനെ കാണുന്ന സമയത്ത് അവൻ കണ്ടിന്യൂസ് ആയിട്ട് ഏർലി മോർണിംഗ് 6 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ഒരു 11 മണി 12 മണി വരേക്ക് അവൻ ക്രിക്കറ്റ് കളിക്കും ടെറസിന്റെ മുകളിൽ. അപ്പൊ നമ്മൾ പലരും, വീട്ടിലുള്ള ആളുകൾ വരെ വിചാരിക്കും, എന്താ ഈ കുട്ടിക്ക് എന്താ, ചെറിയ ചെറിയ പ്രായത്തിലായിട്ടോ, അപ്പം 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പൊ നമുക്കൊരു എന്താ ഈ കുട്ടിക്ക് എന്താണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരാറുണ്ട്. പക്ഷെ അവൻ അവന്റെ പാഷനോട്, അല്ലെ അവനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അവൻ ആ ലക്ഷ്യത്തിനോടുള്ള ആ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു അവന്റെ കോൺസെൻട്രേഷൻ. മറ്റുള്ളവർ എന്ത് കളിയാക്കിയാലും എന്ത് ചെയ്താലും അവനെ സംബന്ധിച്ച് അത് അവനെ ബാധിക്കുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പ്രൗഡാണ്, നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരു കുട്ടി നമ്മുടെ ഇന്ത്യൻ ടീമിന് വേണ്ടി അണ്ടർ 14 അണ്ടർ 16 അവന് കളിച്ചു. പല എനിക്കതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്, പല ക്ലബ്ബുകളിലും അവൻ കളിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ അനുഭവത്തിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. അപ്പം നേരെ മറിച്ച് അവരെന്ത് വിചാരിക്കും എന്ന് കരുതി അവൻ മാറി നിന്നിരുന്നെങ്കിൽ അവൻ അവന്റെ ലൈഫിൽ ഇതുപോലെ ഒരു സക്സസിലേക്ക് എത്തില്ലായിരുന്നു. അപ്പൊ ഇതുപോലെ പല സക്സസ് ആയ ആളുകളും അവരുടെ പാഷൻ അവർ കണ്ടിന്യൂസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് അവർ ചിന്തിക്കാറില്ല. അവർ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മടുക്കാതെ ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അവരുടെ ഹാപ്പിനെസ്സും അവരുടെ ചുറ്റിലും ഉള്ള ആളുകളുടെ ഹാപ്പിനെസ്സും എല്ലാം ആയിരുന്നു. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എൻ്റെ മനസ്സിൽ സക്സസ് ആയ ആളുകളിൽ നിന്ന്. പിന്നെ നമുക്കറിയാം, ഇതിന്റെ എല്ലാം കൂടി ആകെ തുക എന്ന് പറയുന്നത് ഇവരെല്ലാം ഹാർഡ് വർക്കേഴ്സ് ആയിരിക്കും. അതൊക്കെ ഹാർഡ് വർക്കിംഗ് ഒക്കെ നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യങ്ങളാണ്. ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടൊക്കെയാണ് പല ആളുകളും സക്സസിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ, ഇപ്പൊ സക്സസ് ആയ ബിസിനസ്സുകാരെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഇവരുടെയൊക്കെ പാസ്റ്റ് കേൾക്കുമ്പം നമ്മളുടെ എല്ലാത്തിൽ നിന്നും കിട്ടുന്ന ഒരു ആകെ തുക എന്ന് പറയുന്നത് ഇത്തരം പോയിന്റുകളാണ്. അപ്പം എനിക്ക് സമയത്തിന്റെ കൃത്യത അറിയില്ല എത്ര സമയം വരെയാണെന്ന്. അപ്പൊ ഇതാണ്
എൻ്റെ ടോപ്പിക്ക്. അജിഷ മാം സമയം ഓക്കെ ആണോ? എനിക്കറിയില്ല. Okay, ma'am. Okay, thank you, Kavita ma'am. Thank you so much. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ മാം നല്ല പ്രസന്റേഷൻ ആയിരുന്നു. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ഗ്രാബ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലെ. അപ്പം വിജയിച്ചിട്ടുള്ള ആളുകളുടെ കുറച്ച് കൾച്ചേഴ്സ് ഇപ്പം ഇതിലുള്ള ഒരുപാട് മെമ്പേഴ്സിനെ അറിയാം. കാരണം നമുക്കും ഇതുപോലെ ബി മാജിക്കിൽ കുറച്ച് കൾച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു കമ്മ്യൂണിറ്റി ഇപ്പൊ ടേബിൾ ടോക്ക് എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാത്തിനും ഓരോ കൾച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ നേരത്തെ എഴുന്നേൽക്കുക, ബുക്ക് വായിക്കുക, എക്സസൈസ്, ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, മെഡിറ്റേഷൻ, ഇങ്ങനെ കുറച്ച് കൾച്ചേഴ്സ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ മെയിൻലി നമ്മൾ ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും ഇപ്പൊ ബി മാജിക് ആണെങ്കിലും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കൾച്ചേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇപ്പം കവിത മാം പറഞ്ഞ പോലെ നിങ്ങൾ ഫീഡ്ബാക്ക് പറയാനുള്ള സമയമാണ് ഇനി. അതുപോലെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം, അങ്ങനെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പം ആരാണ് ഫസ്റ്റ് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് മാഡം. പറഞ്ഞോളൂ സുജിത്ത്, പറഞ്ഞോളൂ. നല്ല ടോപ്പിക്, നല്ലൊരു നമുക്ക് ഈ ബി മാജിക്കിന്റെ കമ്മ്യൂണിറ്റിയിൽ ഓൾമോസ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്ന കൾച്ചറുകളാണ് ഇതെല്ലാം. മാഡം പറഞ്ഞ പോലെ ഡിസിപ്ലിൻ ആണെങ്കിലും നമ്മൾ ഡെയിലി ബുക്ക് റീഡിങ്, നമ്മുടെ ഗോളുകളെ പറ്റിയിട്ട് നമ്മൾ അവെയർ ആവുക, അതെല്ലാം. അതായത് എന്തായാലും വീണ്ടും വീണ്ടും നമുക്കൊന്ന് റിമൈൻഡ് ചെയ്തതിൽ നല്ല ഒരുപാട് ടോപ്പിക്കുകൾ സംസാരിച്ചു. നല്ല പ്രസന്റേഷൻ, താങ്ക് യു മാഡം. ഒരുപാട് നമ്മൾ ഈ ഒരു സക്സസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ കഥകൾ പറഞ്ഞതാണ്. അതായത് സക്സസ് ആയിട്ടുള്ള ആൾക്കാർ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഡിസിപ്ലിൻ. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു കാര്യം. ബിക്കോസ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റുള്ളൂ. അത് ഇല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആ ഒരു ഡിസിപ്ലിൻ എന്നുള്ള സംഭവം ഇല്ലെങ്കിൽ തീർന്നു. ബിക്കോസ് എങ്ങനെ പെരുമാറണം, എങ്ങനെ ആൾക്കാരോട് സംസാരിക്കണം, എങ്ങനെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, എല്ലാത്തിലും ഒരു കാര്യം. ഞാന് എൻ്റെ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാട്ടോ ഞാൻ പറയാൻ കാരണം. അതില്ലാതെ പല സമയങ്ങളിലും ലോസുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് എപ്പോ ഡിസിപ്ലിൻ കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പൊ ഒരു നല്ലൊരു സക്സസിലേക്ക് പോയിട്ടുമുണ്ട്. അതുകൊണ്ടാണ്. താങ്ക് യു. നല്ലൊരു ടോപ്പിക്. താങ്ക് യു. താങ്ക് യു സുജിത് സർ. താങ്ക് യു സോ മച്ച്. റസാഖ് സർ. ഗുഡ് മോർണിംഗ്. ഒരു മണിസാറും സുജിത് സാറും മാത്രമേ ഇപ്പൊ ക്യാമറ ഓൺ ആക്കിയിട്ടുള്ളൂ. ഡിസിപ്ലിൻ ആയിരിക്കും, ബാക്കിയുള്ളവരൊക്കെ ഡിസിപ്ലിൻ ചെയ്തായിരിക്കും അല്ലേ. എന്തായാലും ഇന്ന് നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഡിസിപ്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഫീഡ്ബാക്ക് പറയാൻ വന്നത്, നമ്മളെന്തൊരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, നമ്മൾ പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, എന്താ അറിയില്ല, അങ്ങനെയാണല്ലോ നമ്മൾ ഒരു പൈസ ഇല്ലാതെ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന ഒരു ഇതുണ്ടാവും. പല ആളുകളും അവർ മെഡിറ്റേഷൻ ചെയ്യണില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ ഇല്ലാതാക്കുന്നൊരു സ്വഭാവമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഈ മൈക്ക് ഓണാണോ ഓഫാണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മളെ ഈ ആങ്കർ എന്ത് ചെയ്യുക, അതിന്റെ ഹോസ്റ്റ് ഒന്ന് എടുത്താലുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റ് ആക്കിയാലും മതി. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ഓഫാക്കാൻ കഴിയും. ഇത് നമ്മളിങ്ങനെ കണ്ടിട്ടിരിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. അപ്പോൾ ഡിസിപ്ലിൻ നമുക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ അറിവ്, പുസ്തകം വായിച്ചപ്പോൾ കവിത മാം പറഞ്ഞ പോലെ പുസ്തകം വായിച്ചിട്ടോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടോ പിന്നെ ഇതുപോലുള്ള അറിവുകൾ കരസ്ഥമാക്കുന്നതും നമുക്കെന്താവും, വിജയത്തിന് സാധ്യതയുള്ള ഏരിയയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു നിവൃത്തി ഇല്ലാതാവുമ്പോൾ ഈ കേട് വരാൻ പോവാണ് അല്ലെ, മാംഗോ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളൊക്കെ കംപ്ലൈന്റ് ആകാൻ പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ അവിൽ മിൽക്കിക്കാണ്ട് കുറച്ചിട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാലോ, ടെസ്റ്റ് ചെയ്യാലോ. അങ്ങനെയാണ് പലരും വിജയിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം.
ഓക്കെ, താങ്ക് യു റഫത്ത് സർ, താങ്ക് യു സോ മച്ച്. ഇനി ആരാണ് പറയാൻ പോകുന്നത്? ഹേമ മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഹേമ മാം. Yeah, okay. ഹലോ. മാം പറഞ്ഞോളൂ. നല്ല ക്ലാസ് ആയിരുന്നു, കേട്ടു. എങ്ങനെ പറയാനറിയില്ല. നല്ല ക്ലാസ് നന്നായിട്ടുണ്ടായിരുന്നു കവിത മാമിന്റെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഹേമ മാം, താങ്ക് യു സോ മച്ച്. മണി സർ. മാജിക് മോർണിംഗ്. കവിത മാം നല്ലൊരു സെഷനായിരുന്നു, നല്ല പ്രസന്റേഷനാണ്. അതുപോലെ തന്നെ ഈ സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, സക്സസ്സിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കുന്ന ആൾക്കാരായിരിക്കും, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആൾക്കാരായിരിക്കും, സ്മാർട്ട് ഗോൾ ഉണ്ടായിരിക്കണം, റിസ്ക് ടേക്കിംഗ്, അതേപോലെ ടൈം മാനേജ്മെന്റ് വ്യക്തമായിട്ട് ശരിക്ക് എല്ലാ പോയിന്റ്സും വളരെ വ്യക്തമായിട്ടുണ്ട്. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കണം. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള പ്രത്യേകിച്ച് മെന്റൽ ഡയറി അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തന്നുണ്ട്. ഏതായാലും ആകെ മൊത്തം ഒരുപാട് പോയിന്റ് വെച്ചിട്ട് നമ്മൾ സക്സസ്സിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ള ഒരു റിഫ്രഷ് ചെയ്യുന്നതായിട്ടുള്ള ഒരു നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. ഓക്കെ, താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. ഷാജൻ സർ. പുതിയ ആളുകളൊന്നുമില്ലേ? പറഞ്ഞോളൂ. ഹലോ. നല്ലൊരു സെഷനാണ്. നമുക്ക് സക്സസ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര മോട്ടിവേഷനാണ്. കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതല്ലേ, എല്ലാവരും സക്സസിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എവിടേക്കോ നമ്മൾ ലാഗ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സെഷൻ കിട്ടുന്നത് വളരെ നല്ലതാണ്. മാം നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ഷാജൻ സർ, താങ്ക് യു സോ മച്ച്. റസാഖ് സർ എന്തെങ്കിലും പറഞ്ഞോ? പുതിയ ആളുകളൊന്നും ഇല്ലേ? ആരും ഇല്ല. വരുന്നല്ല. ക്യാമറ ഓണാക്കി. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, ഇല്ല എന്നാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ? ഇല്ല, വൈൻഡപ്പ് ചെയ്യാം. ഉണ്ടെങ്കിൽ അവര് വരേണ്ടതാ. അതെ, ഓക്കെ. അപ്പം ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇന്ന് സക്സസിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു സെഷൻ തന്നെ എടുത്തിട്ടുള്ള കവിത മാമിനും അതുപോലെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ഓൾ. താങ്ക് യു കവിത. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു.